ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ ജീവികളുടെ ഒരു വാസസ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ. കരയിലെ പോലെ തന്നെ നദികളിലും ധാരാളം അപകടകാരികളായ ജീവികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഭീകര ജീവികളെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോഫിഷ്. പരന്ന ആകൃതിയിലുള്ള നീണ്ട മൂക്കും അതിനു ചുറ്റും കൂർത്ത പല്ലുകളുമുള്ള സ്രാവുകളാണ് സോഫിഷുകൾ. 25 അടി നീളവും 590 കിലോഗ്രാം ഭാരവുമാണ് ഇവയിലെ പൂർണ്ണ വളർച്ചയെത്തിയ സോഫിഷുകൾക്കുണ്ടാവുക. ലോകത്ത് 5 ഇനത്തിലുള്ള സോഫിഷുകളുണ്ട്. അതിൽ ഓരോന്നിനും വ്യത്യസ്തമായ പല്ല് ക്രമീകരണവും പല്ലെണ്ണവുമാണ്. ഈ മീനുകൾക്ക് തൊട്ടടുത്തുള്ള ഇരകളുടെ ശരീരത്തിലെ ചെറിയ മസിലുകളുടെ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കും. ഈ പ്രത്യേകത കൊണ്ട് തന്നെ ഇവയ്ക്ക് കലങ്ങിയ വെള്ളത്തിലും രാത്രിയിലും എളുപ്പത്തിൽ ഇരകളെ പിടിക്കാൻ സാധിക്കും. ഇതിന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വലിയ മീൻകൂട്ടത്തെ കുത്തിപ്പരിക്കേൽപ്പിച്ചാണ് ഇവ ഇരപിടിക്കുന്നത്. എന്നാൽ ഈ പല്ലുകൾ ഇവയ്ക്ക് തന്നെ ഒരു ആപത്താണ്. കാരണം ഇതുമൂലം പെട്ടെന്ന് ഇവകൾ വലകളിൽ കുടുങ്ങുന്നു. അതുകൊണ്ട് തന്നെ വംശനാശം നേരിടുന്ന ജീവികളിൽപ്പെട്ട ഒരു പ്രധാനി കൂടിയാണ് ഇവകൾ. കാൻഗറൂ ഫിഷ്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും വളരെ അപകടകാരിയായ ഒരു മീനാണിത്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഇവകൾക്ക് വാമ്പയർ ഫിഷ് എന്നും പേരുണ്ട്. പാരസൈറ്റ് ഫിഷുകളായ ഇവകൾ മറ്റു മീനുകളുടെ ചെകിളയിലൂടെ ഉള്ളിൽ കയറി രക്തം കുടിച്ചാണ് ജീവിക്കുന്നത്. മൂത്രം ഇവയെ ആകർഷിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ മനുഷ്യരും ഇവരുടെ ആക്രമണത്തിന് ഇരയാവാറുണ്ട്. മറ്റു മീനുകൾ ശ്വസിക്കുമ്പോൾ അവയുടെ ചെകിളിൽ നിന്ന് എയർ ബബിൾസ് പുറത്തേക്ക് പോകും. ഇത് മനസ്സിലാക്കിയാണ് കാൻഗറൂ മീനുകൾ മറ്റു മീനുകളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരാൾ നദിയിൽ ഇറങ്ങുമ്പോൾ മൂത്രമൊഴിച്ചാൽ മീനിന്റെ ചെകിളിൽ നിന്നും വരുന്ന ബബിൾസ് ആണെന്ന് കരുതി മനുഷ്യന്റെ ജനനേന്ദ്രത്തിൽ ഇവ കയറിക്കൂടും. ഇങ്ങനെ ധാരാളം കേസുകളും വർഷം തോറും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതിനെ ഓപ്പറേഷൻ ചെയ്ത് മാത്രമേ പുറത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. ജയന്റ് ലീച്ച്. 2007 പെറുവിലെ ഒരു പെൺകുട്ടിയുടെ മൂക്കിൽ നിന്ന് ഇതിനെ നീക്കം ചെയ്തപ്പോഴാണ് ഈ ലീച്ചിനെ കുറിച്ച് ആദ്യമായി ലോകം അറിയുന്നത്. ഇവയെക്കുറിച്ച് പഠിക്കാനായി അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലേക്ക് അയക്കുകയുമുണ്ടായി. സസ്തികളുടെ രക്തം കുടിക്കുന്ന ലീച്ച് ഇനത്തിൽപ്പെട്ടവയാണിവകൾ. 44 സെന്റിമീറ്റർ നീളവും 9 സെന്റിമീറ്റർ വീതിയുമുള്ള ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലീച്ചുകളാണ്. മൂർച്ചയുള്ള പല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ടൈറൻ ലീച്ച് കിങ് എന്നും ഇവയ്ക്ക് പേരുണ്ട്. നിർത്താതെ 2 മണിക്കൂറോളം ഇവയ്ക്ക് രക്തം കുടിക്കാൻ സാധിക്കും. അതോടൊപ്പം ഇവയുടെ ശരീരത്തിന്റെ വലിപ്പം 10 ഇരട്ടിയായി മാറുകയും ചെയ്യും. റെഡ് പിരാന. പിരാനകളുടെ കുടുംബത്തിലെ ഏറ്റവും അപകടകാരികളായ മീനുകളാണിവ. പൂർണ്ണ വളർച്ചയെത്തിയ റെഡ് പിരാനകൾക്ക് 30 സെന്റിമീറ്റർ നീളവും 1.5 കിലോഗ്രാം ഭാരവും ഉണ്ടാവും. ഇവകൾ എപ്പോഴും കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുന്നത്. കുറഞ്ഞത് 20 പിരാനകളെങ്കിലും ഒരു കൂട്ടത്തിലുണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഇവയേക്കാൾ 2 ഇരട്ടി വലുപ്പമുള്ള ജീവികളെ ആക്രമിച്ച് ഭക്ഷണമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. പ്രാണികളും പുഴുക്കളും മത്സ്യങ്ങളും തുടങ്ങി കൊക്കിനെ വരെ ഇവ ഭക്ഷണമാക്കാറുണ്ട്. സിനിമകളിൽ കാണിക്കുന്ന വിധം അത്ര അപകടകാരികളല്ല ഈ മീനുകൾ. മനുഷ്യരെ അപൂർവമായേ ഇവ ആക്രമിക്കാറുള്ളൂ. മാംസബുക്കുകളായതുകൊണ്ട് തന്നെ രക്തം ഇവയെ പെട്ടെന്ന് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ മുറിവുകളുമായി വെള്ളത്തിലിറങ്ങിയാൽ പിരാനകൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരൈബ. ആമസോൺ നദിയിലെ കാറ്റ്ഫിഷ് സ്പീഷീസുകളിലെ ഏറ്റവും വലിയ കാറ്റ്ഫിഷാണിവ. വളരെ അപകടകാരികളായ മീനുകൾ കൺമുന്നിൽപ്പെടുന്ന എന്തിനേയും ഭക്ഷിക്കാൻ മടിക്കാത്തവരാണ്. ഇവയുടെ ടെറിട്ടറിയിൽ മീൻ പിടിക്കാനായി പോയ പലരും അപ്രത്യക്ഷമായ കഥകളും ധാരാളമുണ്ട്. പരൈബകൾ എത്രത്തോളം വലുതാകുമെന്ന് കൃത്യമായി ആർക്കും അറിയില്ല. മനുഷ്യൻ ഇതുവരെ പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരൈബയ്ക്ക് 12 അടി നീളവും 154 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് ജീവിയെയാണ് കൂടുതൽ ഭയം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.